بسم الله الرحمن الرحيم وما الحياة الدنيا إلا متاع الغرور. ആദരണീയരായ സത്യവിശ്വാസിനികളെ, കരുണാനിധിയായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് നമ്മുടെ വളരെ പരിമിതവും ദുർബലവുമായി ജീവിതം ചിട്ടപ്പെടുത്തണമെന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. ദുനിയാവിലെ മനുഷ്യൻ്റെ ജീവിതം സൗകര്യങ്ങൾ ഒരുപാട് വർദ്ധിച്ചിട്ടും ആശങ്കയുടെയും പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്നതിൻ്റെയും ജീവിതമാണ്. ഒന്ന് നമ്മൾ അറിയണം, ഒരു വിശ്വാസി എന്ന നിലക്ക് പ്രത്യേകിച്ചും ഈ ദുനിയാവിൽ ജീവിക്കുന്ന മറ്റൊന്നും ചിന്തിക്കാതെ ദുനിയാവിലെ ജീവിതം മാത്രം ലക്ഷ്യമാക്കുന്ന മനുഷ്യർക്ക് പോലും അവരുടെ ലക്ഷ്യപ്രാപ്തി എളുപ്പം കരഗതമാകുന്നില്ല എങ്കിൽ ഒരു സത്യവിശ്വാസി എത്രമാത്രം തൻ്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നമുക്ക് ചുറ്റും ഒരുപാട് പ്രലോഭനങ്ങളാണ്. പരസ്യങ്ങളിലൂടെയും അല്ലാതെയും നമുക്കിടയിലേക്ക് ഇറങ്ങി വരുന്ന പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആസ്വാദകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി അതിലേക്കൊന്ന് ഒഴുകിപ്പോവാൻ, അതിലൊന്ന് ഇറങ്ങിച്ചെല്ലാൻ നമ്മുടെ മനസ്സിനെ കൊണ്ടുപോവുകയും ചെയ്യുന്ന അവസ്ഥകൾ നിർബാധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആളെ സംബന്ധിച്ചിടത്തോളം അവനൊരു പ്രലോഭനത്തിനും വഴങ്ങരുത് എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. അവന്റെ ഇച്ഛക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് എന്തിൻ്റെയെങ്കിലും പിറകെ പോയി ഈമാനിന് ദുർബലത വരുത്തിയാൽ, ഈമാൻ കയ്യൊഴിച്ചാൽ അവനുണ്ടാകുന്നത് വലിയ നഷ്ടമാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമ്മൾ മനസ്സിലാക്കിയതാണ്. ഒരു സന്ദർഭത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ ചുറ്റുമിരിക്കുന്ന ആളുകളോട് ചോദിച്ചു, ഫിത്നയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിപുലമായ രീതിയിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും വല്ല അറിവുമുണ്ടോ? പലരും പറഞ്ഞ് അറിയാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മുടെ വീട്ടിൽ അയൽപ്പക്കത്ത് ചുറ്റുവട്ടത്തൊക്കെ നടക്കുന്ന കൊച്ചു ഫിത്നകളല്ല, ഒരു തിരമാല കണക്കെ ആർത്തരച്ചു വന്ന് സമൂഹത്തെ ഒന്നാകെ വിഴുങ്ങിക്കളയുന്ന ഫിത്നയെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ. അദ്ദേഹം വിശദീകരിക്കുകയാണ്. പായ നെയ്തെടുക്കുന്ന ഈർക്കിൽ കൊണ്ട് പായ നെയ്തെടുത്തിരുന്ന കാലഘട്ടത്തിലായിരുന്നു അവർ ജീവിച്ചത്. ഒരു പായ ഈർക്കിൽ കൊണ്ട് നെയ്തെടുക്കുന്നത് പോലെ ഫിത്നകൾ, കുഴപ്പങ്ങൾ, പരീക്ഷണങ്ങൾ ഒന്നൊന്നായി മനുഷ്യ മനസ്സിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കും. ഏതൊരു ഹൃദയം ആ ഫിത്നക്കൊപ്പം രാജിയാകുന്നുവോ, ആ ഫിത്നയെ ചേർന്ന് നിൽക്കുന്നുവോ, അവിടെ ഒരു കറുത്ത പുള്ളി രൂപപ്പെടും. എന്നാൽ ഏതൊരു ഹൃദയം അതിനെ തള്ളിക്കളയുന്നുവോ, ഏതൊരു പ്രതികൂല സാഹചര്യമായിരുന്നാൽ പോലും ഫിത്നയ്ക്ക് ഞാൻ വശംവദനാവുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ, ഈമാനിന്റെ കരുത്തോടെ അതിനെ തള്ളിക്കളയുന്നുവോ, അവന്റെ ഹൃദയത്തിൽ ഒരു വെളുത്ത പുള്ളി വീഴ്ത്തപ്പെടും. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം, അങ്ങനെ ഹൃദയങ്ങൾ രണ്ട് തരത്തിലായിരിക്കും. അതിലൊന്ന് മിനുസമുള്ള വെള്ളക്കല്ല് പോലെ പ്രകാശപൂരിതമായിരിക്കും. ആ ഹൃദയത്തിൽ ഫിത്നകൾ കയറിക്കൂടുകയില്ല. ആകാശവും ഭൂമിയും നിലനിൽക്കുന്ന കാലത്തോളം അതിൽ ഒരു ഫിത്നയ്ക്കും പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ആ ഹൃദയം വിശുദ്ധമായിരിക്കും. എന്നാൽ മറ്റേ ഹൃദയം കമിഴ്ത്തിവെച്ച പാത്രം പോലെ കറുത്ത് മങ്ങിയതായിരിക്കും. സ്വന്തം ഇച്ഛകളായിരിക്കും അവനെ സ്വാധീനിക്കുക. അതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ഒരു നന്മയെയും അവന് കണ്ടെത്താൻ കഴിയുകയില്ല. തിന്മയെ തടയാനും അവന് കഴിയാതെ വരികയും
അവൻ ഫിത്നയിൽ പെട്ട് കറുത്ത ഹൃദയത്തിന്റെ ഉടമയായിത്തീരുകയും ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിശദീകരണം ഹുദൈഫ റളിയല്ലാഹു അൻഹു ആ സദസ്സിൽ വെച്ച് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ആശ്ലേഷിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു. ഒരു കാലം വരാനിരിക്കുന്നുണ്ട്, ഫിത്നകളുടെ കാലമാണത്. നമ്മയൊക്കെ ആകെ തകിടം മറിച്ച് കളയുന്ന, നമ്മുടെ വിശ്വാസങ്ങളെയൊക്കെ ആകെ നശിപ്പിച്ച് കളയുന്ന രീതിയിൽ ഫിത്ന നമ്മിലേക്ക് ശക്തമായ രീതിയിൽ ഇറങ്ങി വരും. വിശുദ്ധ ഖുർആൻ പറയുന്നു, വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആലു ഇമ്രാനിലെ 155-ാമത്തെ ആയത്തിലുള്ളതാണ്. ഈ ഐഹിക ജീവിതം വഞ്ചനയുടെ വിഭവമല്ലാതെ നമ്മെ കബളിപ്പിക്കുന്ന, നമ്മളെ പറ്റിക്കുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ജീവിതത്തിന്റെ ആ ഒരു നേർക്കാഴ്ചയിൽ മയങ്ങിപ്പോകുന്ന മനുഷ്യൻ അവൻ വഞ്ചിക്കപ്പെടുകയാണ്, കബളിപ്പിക്കപ്പെടുകയാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബാക്കളുടെയും ജീവിതത്തിൽ ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങൾ, പ്രലോഭനങ്ങൾ അവരെ സ്വാധീനിച്ചേക്കുമോ എന്ന് പോലും ഭയപ്പെടുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം എന്തെന്ത് വാർത്തകളാണ് വർത്തമാനകാലത്ത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 50 വയസ്സുള്ള സ്ത്രീയും 40 വയസ്സുള്ള പുരുഷനും ഒരു ലോഡ്ജിൽ കിടന്നുറങ്ങുന്നു. പിറ്റേന്ന് ആ സ്ത്രീയുടെ ബോഡി അവളെ കൊന്ന് അവൻ മുങ്ങിക്കളയുന്നു. രണ്ടുപേരും ആണിൽ നിന്നും പെണ്ണിൽ നിന്നും ഉണ്ടാകുന്ന സൗഹൃദം ഇவ்விധത്തിൽ മോശമായ ജീവിത രീതി നയിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയും അവസാനം ഗത്യന്തരമില്ലാതെ കുടുംബം അറിയുമ്പോ, നാടറിയുമ്പോ നാണക്കേടിലാകുമോ എന്ന് ഭയന്ന് കൊന്നുകളയും ചെയ്യുന്ന വാർത്തകൾ നിത്യേന എന്നോണം നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ ഒരു 7 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ടൊരു സ്ത്രീ അന്യപുരുഷനോടൊപ്പം ഒളിച്ചോടിപ്പോയി. അവളുടെ സ്വന്തം ജീവിതം അവിടെ തകരുകയാണ്. അവളെ കൂട്ടിക്കൊണ്ടുപോയ പുരുഷനും വീട്ടിൽ ഭാര്യയും 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവന്റെ ജീവിതവും അവിടെ തകർന്നു. താൽക്കാലികമായ അഭിനിവേശത്തിന്റെ പേരിൽ, ആവേശത്തിന്റെ പേരിൽ ഇങ്ങനെ ജീവിതം തകിടം മറിക്കാൻ, താറുമാറാക്കാൻ ആർക്കും ഭയപ്പാടില്ലാത്ത ഒരു കാലമാണ്. താൽക്കാലിക ആവേശവും താൽക്കാലികമായ നൈമിഷികമായ സുഖങ്ങളും തേടി മനുഷ്യനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രേമമൂത്ത് പ്രണയത്തിൽ വശംവദരായി സ്വന്തം മാതാവിനെയും പിതാവിനെയും ധിക്കരിച്ച്, കുടുംബത്തെ ധിക്കരിച്ച്, ആളുകളെ ധിക്കരിച്ച് ഒളിച്ചോടിപ്പോകുന്ന കവിതാക്കളുടെ കഥകളും നാം നിത്യേന എന്നോണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയി കുറച്ചു കാലം ജീവിക്കുന്നു, പിന്നെ കേൾക്കുന്നത് അവർ തമ്മിൽ തെറ്റുന്ന വാർത്തകളാണ്, അവർ തമ്മിൽ പിണങ്ങുന്ന വാർത്തകളാണ്. തിരിച്ചാ പെൺകുട്ടി, ആ സ്ത്രീ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുമ്പോഴേക്കും മാതാവോ പിതാവോ ഇല്ലാത്തൊരവസ്ഥയായിരിക്കും. അവർ വേദനയോടെ വിട പറഞ്ഞിരിക്കും. അങ്ങനെ എന്തെന്ത് സംഭവങ്ങൾ! ഇതൊക്കെയും ജീവിതത്തെ കുറിച്ചുള്ള അവളുടെ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ടാണ്, അവർക്ക് വ്യക്തമായ ബോധ്യമില്ലാത്തത് കൊണ്ടാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാവുന്ന ഒരുപാട് സംഭവങ്ങൾ വേറെയുമുണ്ട്. ദുനിയാവിൽ പണം, അധികാരം, ജോലി, ഇത്തരം താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും കെട്ടാൻ തയ്യാറായി നിൽക്കുന്ന, ചാരപ്പണി നടത്തുന്ന ആളുകളുണ്ട്. കൂറുമാറുന്ന സാക്ഷികളുടെ കഥകൾ പലപ്പോഴും പത്രത്തിലൂടെ നാം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളേറെ ഭയാനകമാണ് ഒരു മതവിശ്വാസം, മതം അതിന്റെ പ്രമാണങ്ങളിലൂടെ പഠിപ്പിച്ച ആദർശത്തിന് വിരുദ്ധമായ രീതിയിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രചരിപ്പിച്ച് പണം കൊയ്തെടുക്കുന്ന ആളുകളുടെ, നൂറേ ഹബീബുമാരുടെ കള്ളക്കഥകൾ അതൊക്കെ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കുന്ന, ഇസ്ലാമിനെ തകർക്കുന്ന ഇത്തരം പൗരോഹിത്യ ജൽപ്പനങ്ങൾ പോലും പണത്തിനു വേണ്ടി പ്രലോഭനങ്ങൾക്കൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് കഥകളുണ്ട്. നേരത്തെ അതെന്ന് തോന്നുന്ന ഒരു കാര്യം കൂടി പറയാം. നമുക്കറിയാം, നമ്മുടെയൊക്കെ മക്കൾ, പെൺമക്കളൊക്കെയും അല്ലെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെയും സ്കൂൾ കോളേജുകളിലൊക്കെ പഠിക്കുന്നവരായിട്ടുണ്ട്. പുതിയ കാലത്തെ കോളേജ് ജീവിതം, ക്യാമ്പസ് ജീവിതം എന്ന് പറയുന്നത് പരസ്പരം കാണുക, സംസാരിക്കുക, അതിരുവിട്ട് സംസാരിക്കുക, നിരന്തരം ഫോൺ സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കുക, സ്പർശിക്കുക പോലുള്ള കാര്യങ്ങൾ സാധാരണ കാര്യങ്ങളായി മനസ്സിലാക്കുന്നവയാണ്.
ഒരു ഷെയ്ക്കാൻഡ് കൊടുത്തില്ലെങ്കിൽ മോശമായി പോകുമെന്ന് ചിന്തിക്കുന്ന തലമുറയാണ് ഇന്ന് ക്യാമ്പസുകളിലുള്ളത്. സഹപ്രവർത്തകരുമായി സംസാരിക്കുമ്പോൾ പരിധി വിട്ടുള്ള സംസാരം നിർബാധം തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ പല ഒന്നിച്ചുള്ള ജോലി ചെയ്യുന്നിടത്തും മറ്റും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രലോഭനമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പോലും ആവശ്യത്തിന് സംസാരിക്കുകയും ജോലിയുമായി ബന്ധപ്പെട്ടും പഠനവുമായി ബന്ധപ്പെട്ടും മാത്രം സംസാരിക്കുകയും അതിനപ്പുറം അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുകയും തമ്മിൽ സ്പർശിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള അകൽച്ച നിലനിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഈമാനിന്റെ കരുത്ത്. ചിലപ്പോൾ ചിന്തിക്കും അതൊക്കെ മോശമല്ലേ, കുട്ടികൾ എന്ത് വിചാരിക്കും, തന്റെ ക്ലാസ്മേറ്റ്സ് എന്ത് വിചാരിക്കുമെന്നല്ല, അള്ളാഹു എന്ത് വിചാരിക്കുമെന്നുള്ള എഴുത്താണ് ഈമാൻ കുടികൊള്ളുന്നത് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വീട്ടിൽ തലമറക്കുന്ന, പള്ളിയിൽ വരുമ്പോൾ തലമറക്കുന്ന, പണ്ഡിതന്മാർക്കിടയിൽ മതപ്രഭാഷണ വേദികളിലൊക്കെ സദസ്സുകളിലൊക്കെ തലമറച്ചു വരുന്ന സഹോദരിമാർ പലപ്പോഴും ബസ് യാത്രയിലും കല്യാണ വീടുകളിലും കോളേജുകളിലുമൊക്കെ തലമറക്കാതെ പോകുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പറഞ്ഞു വരുന്നത്, പ്രലോഭനങ്ങളിൽ വിഷമതരായി പോകുന്നവരിൽ വിശ്വാസികളുണ്ട്, വിശ്വാസം ഹൃദയത്തിൽ വേരൂന്നിയ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നാം തിരിച്ചറിയേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്രാ മിഅ്റാജ് യാത്ര കഴിഞ്ഞു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരു രാത്രി കൊണ്ട് യാത്ര ചെയ്ത് തിരിച്ചു വന്ന സന്ദർഭം, ശേഷം ആകാശാരോഹണം മിഅ്റാജ് നടന്ന സംഭവം പിറ്റേന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സഹാബികൾക്ക് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പോ ചില സഹാബികൾക്കൊക്കെ സംശയം, ഒരു രാത്രി കൊണ്ട് ഇത്ര അകലത്ത് പോയി വരികയോ? ഖുറൈശികൾ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അത് മുതലെടുക്കാൻ ശ്രമിച്ചു. അവർ പരിഹാസത്തോടെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി, ഇതാ മുഹമ്മദ് കളവ് പറയുകയാണ്, ഇതൊരിക്കലും സംഭവിക്കാത്ത കാര്യമാണ് എന്ന്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അസന്ദർഭത്തിൽ പുറത്തായിരുന്നു, കച്ചവടാർത്ഥം പുറത്തു പോയതായിരുന്നു. അദ്ദേഹം തിരിച്ചു വരുന്ന വഴി ഖുറൈശികൾ അദ്ദേഹത്തെ പോയി കണ്ടു. ആ നാട്ടിലെ പ്രമുഖ വ്യക്തിത്വമായിരുന്നല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ എങ്ങാനും ഇസ്ലാമിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എത്ര നന്നായി എന്ന് കൊതിച്ചുകൊണ്ട് ശത്രുക്കൾ ഖുറൈശികൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോ അദ്ദേഹം പറയുന്ന ഒരു മറുപടിയുണ്ട്, പ്രവാചകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മിഅ്റാജ് നടന്നു, ഇസ്രാ നടന്നു എന്ന് പ്രവാചകൻ തന്റെ നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കുന്നു കൂട്ടുകാരെ, ഞാനത് വിശ്വസിക്കുക തന്നെ ചെയ്യും. അതിനേക്കാൾ വിദൂരമായ കാര്യങ്ങളിൽ പോലും ഞാൻ മുഹമ്മദ് നബിയെ വിശ്വസിക്കുന്നുണ്ട്. രാവിലെയും വൈകുന്നേരവും അവിടുത്തെ അടുക്കൽ വരുന്ന ആകാശത്ത് നിന്നുള്ള സന്ദേശങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ മുഹമ്മദ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ശേഷം സംശയമില്ല, അതുറച്ച സത്യമാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചത് ഈമാനിന്റെ കരുത്ത് കൊണ്ടാണ്, അനാവശ്യമായ ചിന്ത കൊണ്ടല്ല, ഈമാനിന്റെ കരുത്ത് കൊണ്ടാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം അറിയണം. യുവാവായിരുന്ന വ്യക്തിത്വം, 20 വയസ്സ് പോലും ആകും മുമ്പേ ഇസ്ലാം ആശ്ലേഷിച്ച വ്യക്തിത്വമായിരുന്നു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ മാതാവ് ഹംന ബിൻത് സുഫിയാൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം ആശ്ലേഷിച്ചപ്പോ ഉമ്മാക്ക് ഭയങ്കര പ്രയാസം. ഉമ്മ ഇസ്ലാമിനെതിരാണ്. ഉമ്മ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, മോനെ അതിലേക്ക് പോവല്ലേ, പുത്തൻ മതമാണ്, നമ്മുടെ പാരമ്പര്യ മതത്തെ വിട്ട് പോവല്ലേ മോനെ എന്ന് ആദ്യം ഇഷ്ടത്തോടെയും പിന്നീട് ദേശത്തോടെയും ഉമ്മ പറഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഉമ്മ ഒരു ഭീഷണി മുഴക്കി, മോനെ നീ എങ്ങാനും ആ മതത്തിൽ തുടരുകയാണെങ്കിൽ ഞാനിതാ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ പട്ടിണി കിടന്ന് ദിവസങ്ങൾക്കകം മരിക്കും. ഉമ്മാനെ കൊന്ന മകനെന്ന പേരായിരിക്കും നിനക്ക് ഈ സമൂഹത്തിൽ ഉണ്ടാവുക. അതുകൊണ്ട് നീ മതം ഒഴിവാക്കൂ എന്ന് പറഞ്ഞപ്പോ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു മറുപടി, യാ
എന്റെ ഉമ്മ, എന്റെ മാതാവേ, അലമീ വല്ലാഹ്, അറിയണം കേട്ടോ, അല്ലാഹുവാണ് സത്യം. ലൗ കാനത് ലക്കി മിഅതു നഫ്സിൻ, എന്റെ ഉമ്മാക്ക് 100 ആത്മാവുകൾ, 100 റൂഹുകൾ, 100 ജീവനുകൾ ഉണ്ടായിരിക്കുകയും ഫഖറജത് നഫ്സൻ നഫ്സൻ, എന്നിട്ട് അതിൽ നിന്ന് ഓരോ ജീവനും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്താലും മാ തറക്തു ദീനി ഹാദാ ലിശൈഇൻ, എന്റെ ഉമ്മ, ഞാൻ ഈ ദീൻ വിട്ടു പോവുകയില്ല. ഫകുലി ഇൻ ശൈതി വ ഇൻ ശൈതി ലാ തകുലി, ഉമ്മാക്ക് ഭക്ഷണം കഴിക്കാം, കഴിക്കാതിരിക്കാം, വെള്ളം കുടിക്കാം, കുടിക്കാതിരിക്കാം, ഉമ്മ മരിച്ചു വീണാലും ഞാൻ ഈ ദീനിൽ നിന്ന് പിന്മാറുകയില്ല ഉമ്മ എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കാൻ തന്റെ ഉമ്മയെ ഏറെ സ്നേഹിച്ച സഅദ് ബിൻ അബീ വഖാസിന് കഴിഞ്ഞത് ഈമാൻ ആ ഹൃദയത്തിൽ ജനിച്ചു നിൽക്കുന്നത് കൊണ്ടായിരുന്നു. മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം അതാണ്. യുവാക്കളിലെ സുന്ദരനായ യുവാവായിരിക്കെ തന്നെ ഇസ്ലാം ആശ്രയിച്ച മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു പണക്കാരനായിരുന്നു. അദ്ദേഹത്തെ ആഗ്രഹിച്ചിരുന്ന ആ നാട്ടിലെ സ്ത്രീകൾ, സുന്ദരനായ അദ്ദേഹത്തോടൊപ്പം ജീവിക്കാൻ കൊതിച്ചിരുന്നു ആ നാട്ടിലെ സ്ത്രീകൾ. അത്രമേൽ സൗന്ദര്യവും പണവും ഒക്കെ ഉണ്ടായിരുന്ന പ്രൗഢിയോടെ ജീവിച്ച മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. ഇതേപോലെ അദ്ദേഹത്തിന്റെ മാതാവ് ഖുനാസ് ബിൻത് മാലിക്, അവരും ഇസ്ലാമിനെതിരായിരുന്നു. മിസ്അബിനെ തടയുക മാത്രമല്ല, അവസാനം മിസ്അബ് ഇസ്ലാം ഉപേക്ഷിക്കില്ല എന്ന് മനസ്സിലായപ്പോ ഉമ്മ മിസ്അബിനെ തടവിലിട്ടു. കാരണം അവിടുത്തെ ഒരു പൗരപ്രമുഖിയായിരുന്നു ആ മാതാവ്. തടവിലിട്ട് കളഞ്ഞു. എന്നിട്ട് ഭീഷണിപ്പെടുത്തി, നീ ഈ ഇസ്ലാം കൈയൊഴിക്കണം. അപ്പൊ അദ്ദേഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ഇന്നി അലൈ ദീനി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന യഥാർത്ഥ ദീനിൽ വിശ്വസിക്കുന്നവനാണ്. വലൻ അദഉ ലിശൈഇൻ, ഒരു കാര്യത്തിന് വേണ്ടിയും ഞാൻ ഇത് ഉപേക്ഷിക്കുകയില്ല. ഫസ്നഉ മാ ബദാലക്കും, അതിനാൽ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ചെയ്തുകൊള്ളൂ ഉമ്മ. ഫവല്ലാഹി ലാ അർജു അൻഹു അബദാ, അല്ലാഹുവിൽ സത്യം, ഞാൻ ഒരിക്കലും ഇതിൽ നിന്ന് പിന്തിരിയുകയേ ഇല്ല എന്ന് തടവിലാക്കപ്പെട്ടിട്ടും ഉമ്മയോട് ശക്തമായ രീതിയിൽ ഈമാന്റെ ജ്വാല ഉയർത്തിക്കൊണ്ട് പ്രഖ്യാപിച്ചു മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. പ്രിയപ്പെട്ടവരെ, അറിയണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇത്തരം അനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്ത് തുടങ്ങിയ, മതപ്രബോധനം തുടങ്ങിയ തുടക്കകാലം മുതൽ ഖുറൈശികൾ ശക്തമായി നിലകൊണ്ട് പ്രവാചകനെ എതിർത്തുകൊണ്ടേയിരുന്നു. ഒരുപാട് അക്രമങ്ങൾ പ്രവാചകർക്കെതിരെ അഴിച്ചുവിട്ടു. ഒരുപാട് പ്രയാസങ്ങൾ പ്രവാചകൻ ഉണ്ടാക്കി. നമുക്കറിയാവുന്നതാണ് ചരിത്രം. അവസാനം അവർ പ്രവാചകനൊന്നും പ്രലോഭിപ്പിച്ചു കളയാം എന്ന് പറഞ്ഞുകൊണ്ട് വിചാരിച്ച് അവർ കുറച്ചുപേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വന്നു കണ്ടു. എന്നിട്ട് അവിടെ ശത്രുക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഉത്ബത്ത് ബിൻ റബീഅ പ്രവാചകനോട് ചോദിച്ചു, അല്ല മുഹമ്മദേ, താങ്കൾ ഈ പറയുന്ന ഈ ആദർശം കൊണ്ട് ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പിതാമഹന്മാരെയാണ് താങ്കൾ ചോദ്യം ചെയ്യുന്നത്, അവരുടെ വിശ്വാസത്തെയാണ് താങ്കൾ അപമാനിക്കുന്നത്. അതുകൊണ്ട് നിനക്കെന്താണ് വേണ്ടത് മുഹമ്മദേ? നിനക്ക് പണമാണോ വേണ്ടത്? എത്ര വേണമെങ്കിൽ ഞങ്ങൾ തരാം, വാരിക്കോരി തരാം. അല്ല, നിനക്ക് അധികാരമാണോ? നിനക്ക് നേതാവാകാനാണോ? നിനക്ക് ഇവിടുത്തെ രാജാവാകാനാണോ താല്പര്യമെങ്കിൽ പറയൂ, ആ സ്ഥാനമാനങ്ങൾ നിനക്ക് തരാം. അല്ല, സുന്ദരിയായ പെണ്ണുങ്ങളെ വിവാഹം കഴിക്കാനാണോ നിനക്ക് താല്പര്യമെങ്കിൽ അതാ അതിന് ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുസ്സിലത്തിൽ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു, ഫഇൻ അഅറദു ഫഖുൽ അൻദർതുക്കും സായിഖതൻ മിസ്ല സായിഖത്തി ആദിൻ വസമൂദ്. അവർ തിരിഞ്ഞു കളയുന്ന പക്ഷം നീ പറഞ്ഞേക്കുക, ഖുർആൻ വചനമാണ്. ആളുകൾ സത്യവിശ്വാസം പ്രവാചകൻ പ്രബോധനം ചെയ്തിട്ട് അത് ഉൾക്കൊള്ളാതെ തിരിഞ്ഞു പോകുന്ന ആളുകളോട് പ്രവാചകരെ അങ്ങ് പറഞ്ഞേക്കുക എന്ന് അള്ളാഹു കൽപ്പിച്ച വചനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മനുഷ്യന്റെ മുമ്പിൽ, ഇവരുടെ മുമ്പിൽ ഓതിക്കൊടുത്തു. എന്താ പറഞ്ഞത്? ആദ് തമൂദ് എന്നീ സമുദായങ്ങൾക്ക് നേരിട്ട ഭയങ്കരമായ ശിക്ഷ പോലുള്ള ഒരു ശിക്ഷയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഇതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല കേട്ടോ. ഇതോടുകൂടി ഞാൻ മരിച്ചു വീഴും എന്നല്ലാതെ ഇതിൽ നിന്നൊരിക്കലും ഞാൻ പിന്തിരികയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്
നുബുവത്ത് കിട്ടി. വൈകാതെയാണ് പ്രവാചകന്റെ 40 വയസ്സിന്റെ ആ സന്ദർഭത്തിലാണ്, യുവത്വത്തിന്റെ ഏറ്റവും മൂർഖമായ ഘട്ടത്തിലാണ്, ആരും കൊതിക്കുന്ന പ്രലോഭനങ്ങളായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. പണം, അധികാരം, പെണ്ണ്, എന്തു വേണമെങ്കിലും നിനക്കെടുക്കാമെന്ന് ഒരു സമൂഹം, അവിടുത്തെ ഉന്നതരായ ആളുകൾ വന്ന് പറഞ്ഞിട്ട് പോലും അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ പ്രഖ്യാപിച്ചത്, ഈ ഈമാൻ, ഈ ഇസ്ലാം അത് കൈയൊഴിക്കുന്ന പ്രശ്നമേ ഇല്ല, നിങ്ങൾ സൂക്ഷിച്ചോ. ആദ് സമൂദ് ഗോത്രങ്ങൾ നശിച്ചതെങ്ങനെയാണോ അതേപോലെയുള്ള ഭയാനകമായ ശിക്ഷക്ക് നിങ്ങൾ പാത്രീഭൂതമാവേണ്ടി വരും, സൂക്ഷിക്കുക എന്ന്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വചനമുണ്ട്, പ്രവാചകനോട് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. സൂറത്തുൽ ഇസ്രായിൽ അതിങ്ങനെ കാണാം, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ശൈഅൻ ഖലീലാ. നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ, പ്രവാചകനോട് ഖുർആൻ അല്ലാഹു പറയുകയാണ്, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയിട്ടില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നീ അവരിലേക്ക് അല്പമൊക്കെ ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനത്തെ പ്രലോഭനല്ലേ, മനുഷ്യനല്ലേ, ഇത്തരം കാര്യങ്ങളിൽ ആഗ്രഹമുണ്ടാവുന്നവനല്ലേ, ഒന്ന് ചാഞ്ഞു പോകും, ചെരിഞ്ഞു പോകുമായിരുന്നു, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ. എന്നിട്ട് പറയാണ്, അങ്ങാനും ചാഞ്ഞു പോയാൽ ഇതല്ല അദഖ്നാക ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا. നീ നിന്റെ ജീവിതത്തിൽ എങ്കിൽ അങ്ങനെ എങ്ങാനും നീ വ്യതിചലിച്ചു പോയാൽ, ആ പ്രലോഭനങ്ങളിൽ വശംവദരായി ഇസ്ലാമിനെ കൈയൊഴിക്കാൻ നീ ശ്രമിച്ചാൽ, ജീവിതത്തിൽ ഇരട്ടി ശിക്ഷ, മരണത്തിൽ ഇരട്ടി ശിക്ഷ അതായിരിക്കും നിനക്ക് ലഭിക്കാനുള്ളത്, നിന്നെ ആസ്വദിപ്പിക്കാനുള്ളത്. നമുക്കെതിരിൽ നിനക്ക് ഒരു സഹായിയെയും കൊണ്ടുവരാനും കഴിയില്ല എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ. നീ എങ്ങാനും അവരുടെ പ്രലോഭനങ്ങൾക്ക് വിധേയനായി ഈ ഇസ്ലാം കൈയൊഴിച്ചാൽ നിനക്ക് ദുനിയാവിലും ആഖിറത്തിലും ഇരട്ടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു ഉറപ്പിച്ചു നിർത്തിയതാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിതി ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വയുളില്ലുല്ലാഹു അസ്സാലിമീൻ വയഫ്അലുല്ലാഹു മാ യശാ. സൂറത്ത് ഇബ്രാഹിമിലെ 27-ാമത്തെ ആയത്താണ്. ഐഹിക ജീവിതത്തിലും പരലോകത്തും സുസ്ഥിരമായ വാക്കുകൊണ്ട് സത്യവിശ്വാസികളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉറപ്പിച്ചു നിർത്തിയതുപോലെ നമ്മളെയും അള്ളാഹു ഉറപ്പിച്ചു നിർത്തും, സത്യത്തിനൊപ്പം ഉറപ്പിച്ചു നിർത്തും. ഒരു പ്രലോഭനങ്ങൾക്കും വശംവദരാവാത്ത നിലയിൽ നമ്മളെ ഈമാനിന്റെ കരുത്തിലൂടെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈമാനിന്റെ ജ്വാലയായി തീരണം. ഒരു ഘട്ടത്തിലും ഈമാൻ മറന്നു പോകരുത്. പലപ്പോഴും ഇവിടെ നിന്ന് ഈ മെമ്പറിന് സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. എല്ലാ കാര്യത്തിലും നമ്മൾ ഉഷാറാണ്. നമസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, എല്ലാ കാര്യത്തിലും നല്ല ഉഷാറാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഈമാനിൽ മൂല്യശോഷണം വരുന്നു. നമ്മുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ തന്നെയാണെന്ന്, നമ്മളൊരു ടൂർ പോകുമ്പോഴാണ്, ഒരു ഉല്ലാസയാത്ര പോകുമ്പോഴായിരിക്കും മറ്റൊന്ന്. ഏതെങ്കിലും നിലയിൽ ഒരു നമസ്കാരം ഒഴിവാക്കി പോകുന്ന, ഏതെങ്കിലും നിലയിൽ ഇസ്ലാമികമല്ലാത്ത ആചാരത്തെ പുൽകേണ്ടി വരുന്ന അവസ്ഥകൾ അതൊരു ഘട്ടത്തിലും ഉണ്ടാവാതിരിക്കത്തക്ക രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ അല്ലാഹു നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കുക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യഅതി അലന്നാസി സമാനുൻ അസ്സാബിറു ഫീഹിം അലാ ദീനിഹി കൽഖാബിദി അലൽ ജംരി. ജനങ്ങളിൽ ഒരു കാലം വരും, അന്ന് തന്റെ ദീനിൽ അഥവാ മതത്തിൽ ക്ഷമയോടെ നിലകൊള്ളുന്നവൻ കയ്യിൽ തീക്കട്ട പിടിച്ചവനെ പോലെയാണ്. കയ്യിൽ തീക്കട്ട പിടിച്ചാൽ എന്താ അവസ്ഥ? നേരെ നിൽക്കാൻ കഴിയില്ല, പൊള്ളിയിട്ട് ആകെ ബുദ്ധിമുട്ടും. അത്തരം ഒരവസ്ഥയായിരിക്കും വിശ്വാസികൾക്ക് ദുനിയാവിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്നു. അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് വിശ്വാസികൾക്കൊരു തടവറയാണ് കേട്ടോ. വജന്നത്തുൽ കാഫിർ, സത്യനിഷേധികൾക്കാകട്ടെ ഈ ദുനിയാവാണ് സ്വർഗം.
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവല്ല ആഖിറമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന തിരിച്ചറിവോടെ മുന്നേറാൻ ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് പഠിപ്പിച്ചു തന്ന രണ്ട് പ്രാർത്ഥനകളുണ്ട്. റബ്ബന, വിശുദ്ധ ഖുർആൻ ആണെന്ന്, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്ക് നീ നേർമാർഗം കാണിച്ചു തന്നതിന് ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തെറ്റിക്കരുതേ റഹ്മാനെ. നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. തീർച്ചയായും നീ വളരെയധികം ഔദാര്യം ചെയ്യുന്നവനാണ്. വിശുദ്ധ ഖുർആൻ ആൽ ഇമ്രാനിലെ 8ാമത്തെ ആയത്താണ്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക ഇന്നക അൻതൽ വഹ്ഹാബ്. ഈ പ്രാർത്ഥന നിരന്തരം നമ്മൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. നമസ്കാരാനന്തരം പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞൊരു പ്രാർത്ഥനയാണ്, യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തേണമേ. ഈ രണ്ട് പ്രാർത്ഥനകളും നമ്മുടെ ഈ ജീവിതത്തിലെ നിരന്തരമായ ആവർത്തനമായി ഹൃദയപൂർവ്വം ചൊല്ലിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.